അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങളെ ഞാൻ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ സ്വയമായി ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ച ശിഷ്യന്മാരോട് കർത്താവ് ശാസിച്ച് പറയുന്ന ഒരു വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അവിശ്വാസമുള്ള തലമുറയെ ശിഷ്യന്മാരെ യേശു സംബോധന ചെയ്ത ആ വാചകം അങ്ങനെയാണ്. അവരിൽ കൂടെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ പ്രശ്നങ്ങളെ സ്വയമായി കൈകാര്യം ചെയ്യുവാൻ നോക്കിയ അവരുടെ പ്രവണതയെ ഒരു തലമുറയുടെ പ്രാരംഭമായി യേശു മുന്നിൽ കണ്ടു. ദൈവം വേണ്ടാത്ത ഒരു സമൂഹം അവരിൽ കൂടെ ജനിക്കും. അവരുടെ പ്രവൃത്തിയിൽ കൂടെ, അവരുടെ സ്വഭാവത്തിൽ കൂടെ, അവരുടെ പ്രവണതയിൽ കൂടെ യേശുവിനെ ആവശ്യമില്ലാത്തൊരു ജനം, ഒരു സമൂഹം ലോകത്തിൽ നിലവിൽ വരും. അത് മനുഷ്യ ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ സകല സൃഷ്ടികൾക്കും അത് നാശത്തിന് കാരണമാകും എന്ന് യേശു മുന്നിൽ കണ്ടു. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നത് അവിശ്വാസമുള്ള തലമുറയെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കൂ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ വ്യാജ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഈ വ്യാജ ഡോക്ടർമാരാരും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വ്യാജ ഡോക്ടർ ആയതല്ല. ആ വ്യക്തിക്ക് ഏതോ ഒരു ഡോക്ടറിൽ പ്രത്യേക ആകർഷണം തോന്നി. ആ ഡോക്ടർ രോഗികളെ കൈകാര്യം ചെയ്യുന്നതും ആ ഡോക്ടറുടെ കൈകാര്യം നിമിത്തം, ശുശ്രൂഷ നിമിത്തം അത്ഭുതമായ വിടുതൽ പല രോഗികൾക്കും ഉണ്ടാകുന്നത് ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വളരെ നാളുകൾ അതിനുള്ളൊരു യോഗ്യത നേടുന്നതിന് പകരം ആ ഡോക്ടറെ സസൂക്ഷ്മം വീക്ഷിച്ച് അദ്ദേഹം ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെ ഇവർ നോക്കിക്കണ്ട് പഠിക്കും. അതിനുശേഷം അല്പനാളുകൾക്ക് ശേഷം അവനെപ്പോലെയാകുവാൻ അനുകരിക്കുവാൻ തുടങ്ങും. അനുകരണം അവരിൽ തുടങ്ങുമ്പോൾ അവർ വ്യാജ ഡോക്ടർമാരായി ഒരു സ്ഥാനമേൽക്കും. ഒരു സ്ഥലത്ത് അവരുടെ പേര് വെച്ച് ബോർഡുകൾ വയ്ക്കും. ഡോക്ടർമാർക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അനേക അത്ഭുത കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സംസാരിക്കും. അങ്ങനെ ഒരു സമൂഹം നിലവിൽ വരും. അവർ മുഖേന അനേക അനർത്ഥങ്ങൾ നടക്കും, അനേക മരണങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ യോഗ്യമായ ഒരു ശുശ്രൂഷ മാനുഷിക അല്ലെങ്കിൽ മനുഷ്യ ജീവിതങ്ങൾക്ക് ലഭിക്കാൻ കഴിയാതെ വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ ലോകത്തിൽ ഇങ്ങനെ ഒരു കാര്യം നിലവിലുള്ളതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും വ്യാജ ഡോക്ടർമാരുണ്ട്. അവർ യേശുവിനെ വേണ്ടാത്തവരാകും. ദൈവത്തെ ആശ്രയമില്ലാത്ത തലമുറയായി വളരും. അവരുടെ കുഞ്ഞുങ്ങൾ യേശുവിൽ കൂടെയുള്ള സൗഖ്യത്തിന് വില കൊടുക്കാത്തവരായി മാറും. യേശുവിൽ കൂടെ അല്ല എൻ്റെ മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നാളത്തെ ദിവസം അവർ ദൈവത്തിന് വിരോധികളായി മാറും, ക്രൂശിന് ശത്രുക്കളായി മാറും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മളാൽ കൈകാര്യം ചെയ്യാവുന്നതോ അല്ലാത്തതോ എന്തുമാകട്ടെ, ആദ്യമായി ആ പ്രശ്നത്തെ യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ തലമുറകൾ അത് കാണണം. അങ്ങനെ ഒരു തലമുറ ജനിക്കുമ്പോൾ മാത്രമേ ലോകത്തിനും മനുഷ്യനും സമാധാനം അരുളുന്നതായ, സമൂഹത്തിന് നന്മ പകരുന്നതായ ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു നിലവിൽ വരുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനത ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ദൈവം വേണ്ടാത്തതും യേശു വേണ്ടാത്തതുമായ അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തികൾ വേണ്ടാത്തതായ ഒരു സമൂഹം നിലവിൽ വരുമ്പോൾ അത് മാനവജാതികൾക്കും ഈ ലോകത്തിലെ സകല സൃഷ്ടികൾക്കും അപകടകാരികളായിട്ടുള്ള ചില വ്യക്തികളായിട്ട് അവർ മാറും. അനർത്ഥങ്ങളും അനേക അനിഷ്ട സംഭവങ്ങളും അവിടെ കൂത്താടും. പൈശാചികത അവിടെ വേരോടും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ യേശുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ വ്യാജ ആത്മാവിനൊരു ശാസന ഉണ്ടാകും. ശത്രുവിന്മേൽ ഒരു ദണ്ഡനമുണ്ടാകും. ഏത് അശുദ്ധാത്മാവാണ് ഒരുവനിൽ ബാധിച്ചിട്ടുള്ളതെന്ന് യേശു വിവേചിച്ചറിഞ്ഞ് അതിനെ നീക്കം ചെയ്യുക, അതിനെ ശാസിച്ചടക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ
ശിഷ്യന്മാർ കാണിച്ചതായ ഒരു പ്രവണത മാത്രമല്ല ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യമാക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യമായ നമ്മുടെ ജീവിതങ്ങളുടെ അനുദിന ജീവിതങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മീക ജീവിതത്തിലുമെല്ലാം അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ ഏകമായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാകണം. ശിഷ്യന്മാർ കർത്താവ് ശാസിച്ചത് ലോകമനുഷ്യരെ അല്ല, അവിശ്വാസികളെ അല്ല, അല്ലെങ്കിൽ ദുഷ്ടന്മാരെ അല്ല, പരീശന്മാരെയും ശാസ്ത്രിമാരെയും അല്ല യേശു ശാസിച്ചത്. അവിടെ ഉണ്ടായിരുന്നതായ അനേക ലോകമനുഷ്യരെ, പല ജാതികളിൽപ്പെട്ടവരെയും കർത്താവിനെ കാണുവാനും കേൾക്കുവാനും വന്നതായ ആ ശ്രോതാക്കളോടല്ല കർത്താവ് ശാസിച്ചത്, സ്വന്തം ശിഷ്യന്മാരെയാണ് ശാസിച്ചത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരിൽ യേശുവിനെ വേണ്ടാത്തൊരു ജനം ഉണ്ടാകും എന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. ദൈവമക്കളിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത കൈവിട്ടു പോകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് സ്വാധീനമില്ലാതായിത്തീരുന്നു, ആരാധനയ്ക്ക് വിലയില്ലാതായി പോകുന്നു, പൗരോഹിത്യത്തിനും പട്ടത്തിനും അല്ലെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യരായി ക്രൂശിൻ്റെ ശത്രുക്കളായി നമ്മുടെ തലമുറകൾ രൂപീകരിക്കപ്പെടുന്നു. ലോകത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ഗണങ്ങളിൽ മുഴുവനും ഒരു വലിയൊരു കൂട്ടം ദൈവത്തെ വേണ്ടാത്തവരും യേശുവിനെ വേണ്ടാത്തവരുമായി മാറുകയാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? യേശുവിനെ കൂടാതെ പലതും ചെയ്യുവാൻ കഴിയുമെന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ അത് പ്രവർത്തിച്ച് കാണിക്കുന്നതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സസൂക്ഷ്മം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. കർത്താവിനെ കൂടാതെയും കർത്താവിൻ്റെ നാമം വൃഥാ എടുത്തുകൊണ്ടും പലതും ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യമാവും. നാളെ അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി മാറുമ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ തലമുറ സംജാതമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അങ്ങനെ ഒരു തലമുറ പിറക്കുവാൻ അങ്ങനെ നമ്മൾ അവസരം കൊടുക്കുവാൻ പാടില്ല. എൻ്റെ അടുത്ത് കൊണ്ടുവരുവേ, നിൻ്റെ അടുത്ത് വന്നതായ രോഗിയെ, അശുദ്ധാത്മാവ് ബാധിച്ചതായ രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അതിന്മേൽ കർത്താവ് വലിയൊരു പ്രവൃത്തി അതിന്മേൽ ചെയ്യുന്നതിനിടയായിത്തീരും. വിടുതലിനെ കർത്താവ് നമുക്ക് നൽകി തരും. നമ്മൾ സ്വയമായി ഏറ്റെടുത്താൽ പല കാര്യങ്ങളും ശത്രു അല്ലെങ്കിൽ പിശാച് നമ്മളിന്മേൽ വാസം ചെയ്യും. നമ്മളിൽ ആവസിച്ചും കൊണ്ട് ആ പിശാച് പിന്നെ രോഗശാന്തി കൊടുക്കുന്ന പിശാചായി നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മളിൽ വാഴ്ച നടത്തും, നമ്മളിൽ കുട്ടി ദൈവങ്ങളായി വാഴും. നമ്മൾ ദൈവത്തെ പോലെയാകുവാൻ ആഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ഒരു വിപത്തിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കർത്താവ് ചോദിക്കുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ നിങ്ങളോടൊപ്പം എത്ര നാൾ സഞ്ചരിക്കും? എങ്ങനെ ഞാൻ നിങ്ങളെ സഹിക്കും? കർത്താവിന് സഹിക്കാനാകുന്നതായ, കർത്താവ് കൂടെ സഞ്ചരിക്കുന്ന ഒരു ജനമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനുള്ള ഒരു പ്രഭാതമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൂടാതെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരാധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആത്മാവില്ലാത്തതായ നിഷ്ഫലമായ പ്രവൃത്തികളും വാക്കുകളും നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. കർത്താവ് പറയുന്നു, നീ പ്രവർത്തിച്ചതിനെ ഞാൻ ക്ഷമിച്ചു, നീ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രശ്നങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്ന ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയത്തെ മാനിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് നമ്മോടുകൂടെയുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ പ്രശ്നത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, നിന്റെ ആവശ്യത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, നിന്റെ രോഗത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അങ്ങനെ ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ, കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ, നമ്മളിൽ സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ വിട്ടു പോകുവാൻ ഇടയാകുന്നു. അങ്ങനെയുള്ളൊരു ശത്രു നമ്മെ ഭരിക്കാതിരിക്കേണ്ടതിന് ദൈവത്തോട് കൂടെ വസിക്കുന്നതായ, ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കുന്നതായ, ദൈവത്തിന് സഹിക്കാൻ കൊള്ളാവുന്നതായ ഒരു ജനമായി, ആശ്വാസമുള്ളവരായി, സമാധാനമുണ്ടാക്കുന്നവരായി തീരുവാൻ ഈ പ്രഭാതം ദൈവം നമുക്ക് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ നമ്മെയും ഏൽപ്പിച്ചു കൊടുക്കാം. God bless you.